7 വർഷക്കാലമായി കിടങ്ങന്നൂരിൽ പ്രവർത്തിച്ചു വരുന്ന കരുണാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 7ാമത് വാർഷികവും ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളും വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു. കരുണാലയം ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷങ്ങൾ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം മാതാപിതാക്കളായി കരുതി സംരക്ഷിച്ചു പോകുന്ന ഒരിടമാണ് കരുണാലയം. ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമാണ്. മനുഷ്യരിൽ നന്മയുടെ അംശം, സ്നേഹത്തിൻ്റെ അംശം കുറഞ്ഞു വരുന്ന ഒരു ഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കരുണാലയം ചെയർമാൻ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. പത്തനംതിട്ട PMS ഫാമിലി ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത ICCU D ലെവൽ ആംബുലൻസിന്റെ താക്കോൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിൽ നിന്നും കരുണാലയം അമ്മവീട് ചെയർമാൻ അബ്ദുൾ അസീസ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ വിശിഷ്ട വ്യക്തിത്വങ്ങളായ കേരളശ്രീ ഡോക്ടർ പുനലൂർ സോമരാജൻ, പത്തനംതിട്ട ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ B മോഹനൻ, ഡിവൈൻ കരുണാലയം ഡയറക്ടർ PI ലോനപ്പൻ, മാന്നാർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ജോസ് മാത്യു എന്നിവർ ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ T ടോജിയിൽ നിന്നും കരുണാലയത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങി. കിടങ്ങന്നൂർ മാർത്തോമ ചർച്ച് സഹവികാരി റവറൻ ലിബിൻ തോമസ് ക്രിസ്തുമസ് സന്ദേശം നൽകി. കരുണാലയം രക്ഷാധികാരിയും മുൻ MLA-യുമായ മാലേതു സർലാദേവി, കരുണാലയം അംബാസഡർ K ജയകുമാർ, കരുണാലയം ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് I മുഹമ്മദ് റാഫി, ആറന്മുള ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസാദ് വേരുങ്കൽ, ആറന്മുള ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഐഷ പുരുഷോത്തമൻ, റവറൻ രഞ്ജി വർഗീസ്, കോൺഗ്രസ് കിടങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് G, അഡ്വക്കേറ്റ് KV ജയപ്രകാശ്, മുൻ സാമൂഹ്യനീതി ഓഫീസർ ജാഫർ ഖാൻ എന്നിവർ പ്രസംഗിച്ചു. വിശിഷ്ടാതിഥി ഫാദർ ജോസ് കോട്ടയ്ക്കകത്ത് നയിച്ച സംഗീത വിരുന്നും കുമാരി മീനാക്ഷി പ്രശാന്തിന്റെ നൃത്തവും പരിപാടികൾക്ക് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Mount Zion Medical College Hospital, Adur, Pathanamthitta.